Hello guys, welcome back to my YouTube channel Triple Five Tarot Delightful Soulയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സ്ആപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിയുടെ ഉദ്ദേശം തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായും അതിശയിക്കും. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ഈ റീഡിങ്ങിലൂടെ അറിയാൻ സാധിക്കും. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഉണ്ടോ, നിങ്ങളോടുള്ള മനോഭാവം എന്താണ്, കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. യെസ്, വെരി ബ്യൂട്ടിഫുൾ. ദ സർവീസ് ബ്രിങ്ങിങ് വാല്യൂ. യെസ്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സണ് പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് പ്രാധാന്യം നൽകാനായിട്ട് പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് പ്രാധാന്യം നൽകാനോ നിങ്ങൾക്കൊരു വില നൽകാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു പ്രാധാന്യം നൽകി, നിങ്ങൾക്കൊരു വില നൽകിക്കൊണ്ട് മുന്നോട്ട് വരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളോട് പോസിറ്റീവായിട്ട് പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ പല പ്രശ്നങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പോയിരുന്ന സമയത്ത് ഈ വ്യക്തി ഒരിക്കലും നിങ്ങൾക്ക് മുന്നിൽ മനസ്സ് തുറന്ന് സംസാരിക്കാനോ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാനോ ഈ പേഴ്സൺ തയ്യാറായിരുന്നില്ല. മനസ്സിലായോ? ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാല്യൂ തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പ്രാധാന്യം നൽകണം, നിങ്ങൾക്ക് പ്രാധാന്യം വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം നൽകണം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ആ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. എവിടേക്കാണോ ഈ പേഴ്സൺ നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്, എവിടേക്കാണോ നിങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ ഈ വ്യക്തി ദൂരേക്ക് പോയിട്ടുള്ളത്, എവിടേക്കാണോ നിങ്ങളെ തഴഞ്ഞിട്ടുള്ളത്, നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത്, നിങ്ങളെ അകൽച്ചയിൽ നിർത്തിയിട്ടുള്ളത്, അവിടെയൊക്കെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെയും കൂടി ചേർത്ത് പിടിക്കണം, നിങ്ങളെയും കൂടി കൂട്ടി യോജിപ്പിച്ച് നിർത്തണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്ക് വാല്യൂ തരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ ഗൈഡാണ്, ഗാർഡിയൻ ഏഞ്ചൽ ആൻഡ് സ്പിരിറ്റ് ഫാമിലിയാണ്. വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ. ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു അമ്പലമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലൊക്കെ കൃത്യമായിട്ട് പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. വളരെ ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ പരമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലേക്ക്, അതായത് സ്പിരിച്വൽ പരമായിട്ടുള്ള ഏതോ ഒരു വ്യക്തി ഈ പേഴ്സണെ സപ്പോർട്ട് ചെയ്യുന്നതെന്നല്ല, ഗൈഡ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വഴി കാണിച്ചു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഏതോ ഒരു വ്യക്തി ഈ പേഴ്സണ് വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? വഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കാരണം നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്നിന്ന കാര്യങ്ങളാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇന്നിന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രാധാന്യം, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ, ഭൗതിക നേട്ടങ്ങൾ, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഏതോ ഒരു സ്പിരിച്വൽ പരമായിട്ടുള്ള വ്യക്തിയാണ്, അതായത് ആത്മീയപരമായിട്ട് വളരെയധികം ഉയർന്നിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ആത്മീയപരമായിട്ട് വളർന്നിട്ടുള്ള ഏതോ ഒരു വ്യക്തി, അത് ആത്മീയമായിട്ട് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്.
അവരുടെ സാന്നിധ്യം എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവര് നല്ല രീതിയിൽ ഈ പേഴ്സണെ ഗൈഡ് ചെയ്യുന്നുണ്ട്, വഴി കാണിക്കുന്നുണ്ട്. അതുപോലെ ഏഞ്ചൽസിന്റെ സാന്നിധ്യവും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏഞ്ചൽസിന്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ അത് ഏത് ഏഞ്ചൽ വേണമെങ്കിലും ആകാം. ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷനും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് ഈ പേഴ്സണെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ടേക്ക് എ ചാൻസ് ഓൺ ദം എന്നാണ്. അതായത് നിങ്ങളായിട്ട് ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളായിട്ട് ഉറപ്പായിട്ടും ഒരു പുതിയ തുടക്കം വേണം, ഒരു പുതിയ തുടക്കം വേണമെന്നും നിങ്ങളായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തീർക്കണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഉറപ്പായിട്ടും ഈ പേഴ്സണ് നിങ്ങളെ വേണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുമായിട്ട് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്ത സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ചാൻസ് എടുത്തിട്ട്, അതായത് ഒരു അവസരവും കൂടി കിട്ടുമ്പോൾ നിങ്ങളുമായിട്ട് സംസാരിച്ച് എല്ലാം പരിഹരിക്കണം എന്നാണ് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റിംഗ് എനർജി കുറച്ച് കൊണ്ടുവരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഇതിന് മുൻപ് ഈ പേഴ്സന്റെ ഒരു ഇവൻച്വൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും തല്ലി പിടിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു. മനസ്സിലായി? എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, തല്ലി പിടിക്കുക, എപ്പോഴും അതും ഇതും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി സമാധാനത്തിനെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സമാധാനം എന്ന് പറയുമ്പോൾ സമാധാനപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം, സമാധാനപരമായിട്ട് എങ്ങനെ പോസിറ്റീവായിട്ട് നിൽക്കാം, അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തേതുപോലെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ തല്ലുപിടുത്തം നടത്താനോ ഒന്നിനും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. മനസ്സിലായോ? അതായത് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. കോൺഫ്ലിക്റ്റിംഗ് എനർജി അവസാനിപ്പിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. പണ്ടത്തേതുപോലെ ഒട്ടും തന്നെ മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിൽ, പക്വതയില്ലാത്ത രീതിയിൽ സംസാരിക്കാനും വഴക്കടിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റിംഗ് എനർജി അല്ലെങ്കിൽ ആ ഒരു തല്ല് പിടിക്കുന്ന ആ ഒരു എനർജി ഭയങ്കരമായിട്ട് കുറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓപ്പൺ അപ്പ് ടു ദ ചേഞ്ച് ആണ്. അതായത് ഇവിടെ ഒരുപാട് ഇമോഷണൽ പരമായിട്ടുള്ള വിഡ്രോവൽ വരുന്നുണ്ട്. ന്യൂ മൂൺ ഇൻ അക്യൂറിയസ് ആണ് കിട്ടിയിട്ടുള്ളത്. ചന്ദ്രന്റെ ആദ്യ പാദം അല്ലെങ്കിൽ ഒരു പുതിയ ചന്ദ്രനെയാണ് സൂചിപ്പിക്കുന്നത്. ചന്ദ്രന്റെ ഒരു ജന്മം, ഒരു പുനർജന്മം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ന്യൂ മൂൺ ഇൻ അക്യൂറിയസ് ആണ്. അപ്പോൾ അക്യൂറിയസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഭയങ്കര ഒരു ഇമോഷണൽ പരമായിട്ടുള്ളൊരു എന്താ പറയാ, ഒരു എനർജിയാണ്. അപ്പം എന്താന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണൽ പരമായിട്ട് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മാറ്റം കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരുപാട് ഇമോഷണൽ പരമായിട്ടുള്ള ചിന്തകൾ, ഒരുപാട് ഇമോഷണൽ പരമായിട്ടുള്ള തീരുമാനങ്ങൾ, അഭിപ്രായങ്ങൾ കൊണ്ടുവരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യമൊക്കെ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തി തയ്യാറല്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണ് മാറ്റം വേണം, അല്ലെങ്കിൽ ഈ പേഴ്സണ് സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്യണം. പല കാര്യങ്ങളും തകർന്നു കിടക്കുന്ന പല കാര്യങ്ങളും അതിൽ മാറ്റം കൊണ്ടുവരണമെന്നും അതിന് പോസിറ്റിവിറ്റി കൊണ്ടുവരണമെന്നും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഓപ്പൺ അപ്പ് ടു ചേഞ്ച് ആണ്. അതാണ് ഈ പേഴ്സന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എനർജി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഓവറോൾ എനർജി പറയുകയാണെങ്കിൽ ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് കിട്ടിയിട്ടുള്ളത്. ഏൻഷ്യൻ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത്
നമ്പർ 3 ആണ് കിട്ടിയിട്ടുള്ളത്. 3 എന്ന് പറയുന്നത് വളരെ ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു നമ്പറാണ്. 3, 33, 333, 3333 ഇതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ഇതൊരു ട്രിനിറ്റിയെ സൂചിപ്പിക്കുന്നു. ഒരുപാട് അറിവുകൾ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് തിരിച്ചറിവുകൾ ഒക്കെ കൊണ്ടുവരുന്ന ഒരു മാലാഖയാണ് ആർക്കേഞ്ചൽ മെറ്റട്രോൺ. അപ്പോൾ ഈ മെറ്റട്രോൺ എന്ന് പറയുന്ന ഈ ഒരു മാലാഖയുടെ ഒരു സാന്നിധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് അറിവുകൾ കിട്ടും, ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടാകും, തെറ്റുകൾ തിരുത്താൻ പറ്റും, നല്ല വഴി ഏതാണോ അത് നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും, അതായത് നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു മാറ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യമാണ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഇപ്പോൾ ഉടനീളമായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പാഷനേറ്റ് ആണ്, കോൺഫിഡൻ്റ് ആണ്. അതായത് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാനും നിങ്ങളിൽ വിശ്വസിക്കാനും നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുമാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സന്റെ ഫോക്കസ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ശ്രദ്ധ വേറെ പല കാര്യങ്ങളിലായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം, ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ പഠിത്തമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള റിലേറ്റീവ്സ് ആയിരിക്കാം, മറ്റുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, ഈ പേഴ്സൺ ഇഷ്ടമുള്ള മറ്റുള്ള കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അതിലേക്കൊക്കെയാണ് ഈ പേഴ്സന്റെ ഫോക്കസ് പോയിക്കൊണ്ടിരുന്നത്, ശ്രദ്ധ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധമാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. നിങ്ങളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ബന്ധമാണ്, അങ്ങനെ ഇങ്ങനെയൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള സത്യസന്ധതയുള്ളൊരു പ്രണയബന്ധമാണ് എന്നാണ് ഈ വ്യക്തി തിരിച്ചറിയുന്നത്. അത് ഈ വ്യക്തിയുടെ ഒരു തിരിച്ചറിവാണ്, ഈ വ്യക്തിയുടെ ഉദ്ദേശമാണ്. മനസ്സിലായോ? അപ്പം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെ പോയാലും ഈ വ്യക്തിയുടെ അടുത്തേക്ക് തന്നെ വരും, അല്ലെങ്കിൽ ഈ പേഴ്സൺ എവിടെ പോയാലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ആ ഒരു കോൺഫിഡൻസ് ആണ് ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, അതാണ് ഈ പേഴ്സന്റെ ഉദ്ദേശം. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.